പ്രിയമുള്ളവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള നമ്മുടെ യൂണിറ്റിൻ്റെ വാർഷികം ആചരിക്കുകയാണല്ലോ നമ്മൾ. വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുയോഗം ഉടൻ ആരംഭിക്കുകയാണ്. പൊതുയോഗം ആരംഭിക്കുമ്പോഴായി നമ്മുടെ മുഖ്യാതിഥികളെയെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, മുഖ്യ സന്ദേശവും നൽകുന്നത് നമ്മുടെ ഫാമിലി യൂണിയൻ്റെ ചെയർമാനും നമ്മുടെ വികാരി അച്ഛനുമായ റവറൻ ഫാദർ ജോസ് പാറപ്പുറം അച്ഛനാണ്. അച്ഛനെ സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ അഖിൽ അച്ഛനാണ്. അച്ഛൻ MCBSലുള്ളതാണ്. അച്ഛന് നമുക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ദിവ്യബലി അർപ്പിച്ചു. അച്ഛൻ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അച്ഛനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി മെർട്ടിൽ ജോസഫ് അവറുകളാണ്. സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫാമിലി യൂണിറ്റിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ അയൽ യൂണിറ്റായ മേരിമാത യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് ചാത്തങ്കരി അവറുകളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറിയെയും ശ്രീമതി ലിസമ്മ ജെയ്ജിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കാര്യവും ദൈവവിചാരത്തോടുകൂടി ആരംഭിക്കണം, അല്ലേ? നമ്മളിപ്പോൾ വിശുദ്ധമായ ഒരു ബലി അർപ്പണം കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ഔദ്യോഗികമായ പൊതുയോഗം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. അൽഫോൺസ്, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്നേഹദീപമേ മിഴി തുറക്കൂ. നമ്മൾ യോഗ നടപടിയിലേക്ക് കടക്കും മുമ്പ് ഈ ഒരു വർഷക്കാലം നമ്മളിൽ നിന്ന് നിരവധി പേര് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പയടക്കം ഈ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനായി ശ്രീ ജെയ്ജി ജോൺ പോത്തപ്പറമ്പിലിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ വാർഷികാഘോഷം നടത്തുമ്പോൾ നമ്മളിൽ നിന്നും ഈ കാലയളവിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് വിളിക്കപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ മാസം 21 നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് ഇന്ന് 9 ദിവസം തികയാണല്ലോ.
അദ്ദേഹം 1936 ഡിസംബർ 17 അർജൻറ്റീന രാജ്യത്ത് ബ്യൂണസ് അയേഴ്സ് എന്ന നഗരത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മരിയോ ബെർഗോളിയോ എന്നായിരുന്നു. 1969 ഡിസംബർ 13 അദ്ദേഹം ഒരു ഈശോസഭാ വൈദികനായി തിരുപ്പട്ടം സ്വീകരിച്ചു. 1962 ജൂൺ 21 അദ്ദേഹം ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ മെത്രാനാവുകയും തുടർന്ന് 2001 ഫെബ്രുവരി 21 കർദിനാൾ പദവിയിലെത്തി. ഈ കാലമത്രയും എളിമയുടെ മാതൃകയായ അദ്ദേഹം പൊതുഗതാഗത സംവിധാനത്തിൽ സാധാരണക്കാരോടൊപ്പം മാത്രം യാത്ര ചെയ്യുകയും മെത്രാൻ്റെ ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് സാധാരണക്കാരോടൊപ്പം നഗരത്തിന് പുറത്ത് ഒരു ചെറിയ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 ഫെബ്രുവരി 28 1282 വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തു നിന്നും അർജൻറ്റീനക്കാരനും ഈശോ സഭ അംഗമായ അദ്ദേഹം നമ്മുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എളിമയുടെ മാതൃകയായ അദ്ദേഹം കത്തോലിക്ക സഭയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. മാർപ്പാപ്പയുടെ ആഡംബര വസതി ഉപേക്ഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹം ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുകയുണ്ടായി. ആദ്യമായാണ് ഈ പേര് ഒരു പാപ്പ സ്വീകരിക്കുന്നത്. പാപ്പയായിരുന്ന കാലമത്രയും വിശുദ്ധ ഫ്രാൻസിസിനെ അനുകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എളിമയുടെയും പരസ്നേഹത്തിൻ്റെയും കരുണയുടെയും യഥാർത്ഥ മാതൃകയായി കുടിയേറ്റക്കാർക്കും സമൂഹത്തിൽ അവഗണന അനുഭവിക്കുന്നവർക്കും അദ്ദേഹം നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു, ബഹുമാനിച്ചു. 2025 ഏപ്രിൽ 21 രാവിലെ 7:35 സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആ പുണ്യാത്മാവ് വിളിക്കപ്പെട്ടു. മരണശേഷവും അദ്ദേഹത്തിൻ്റെ ലാളിത്യം സുസ്ഥിരമായി എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ചും സാധാരണ ഒരു വൈദികന് നൽകുന്ന മരണാനന്തര ശുശ്രൂഷ ചടങ്ങുകൾ മതിയെന്ന് നേരത്തെ തന്നെ അദ്ദേഹം എഴുതി വയ്ക്കുകയും അതനുസരിച്ച് ലാളിത്യപൂർവം മരണാനന്തര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. സഹോദരങ്ങളെ, കൂടാതെ നമ്മുടെ ഈ യൂണിറ്റിൽ നിന്ന് ഈ കഴിഞ്ഞ വാർഷികത്തിന് ശേഷം ആറ് പേര് നമ്മുടെ നിന്ന് വേർപിരിക്കുകയുണ്ടായി. ഇവരൊക്കെയാണ് നമ്മുടെ തെക്കേവണായിട്ട് ജോസഫ് കൂവളത്ത്, സോണി സെബാസ്റ്റ്യൻ, KJ സെബാസ്റ്റ്യൻ കൂവളത്ത്, മേരി ജോസഫ് മാവുങ്കൽ, തോമസ് അയ്യനാമ്പറമ്പിൽ. ഈ ഭവനത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ 1 വർഷം ആയുള്ളൂ കത്രീന ചേച്ചി. ഇവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോടത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോഗത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നതിനായി ഈ കുടുംബത്തിൻ്റെ നാഥനായ ശ്രീ ബെന്നി ആലുമൂട്ടിലിനെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ വികാരി അച്ഛ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ ഭവനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഞങ്ങളുടെ യൂണിറ്റിൽ വന്ന് ഞങ്ങളുടെ മുഖ്യ അതിഥി അഖിൽ അച്ഛ,
ഞങ്ങളുടെ വൈസ് ചെയർമാൻ ജോസ് അലക്സ്, ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് മെട്രിൽ, ഞങ്ങളുടെ സെക്രട്ടറി ലിസമ്മ, ഞങ്ങളുടെ ട്രസ്റ്റി ജോർജ് ചാത്തങ്കി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫാമിലി യൂണിറ്റ് വാർഷികം നമ്മുടെ വീടുകളിൽ ആഘോഷിക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഈ വാർഷിക ആഘോഷം വെറും ഒരു ചടങ്ങ് മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കാനും പരസ്പരം കൂടുതൽ അറിയുവാനുമുള്ള ഒരവസരം കൂടിയാണ്. ഓരോ വർഷവും നമ്മൾ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മളുടെ കൂട്ടായ്മയുടെ വിലയും പ്രാധാന്യവും നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഫാമിലി യൂണിറ്റ് ചെയർമാനുമായ റവറൻ ഫാദർ ജോസ് പാറപ്പടമച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നീ നമ്മുടെ ഈ കുടുംബ യൂണിറ്റിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ വന്ന നമ്മുടെ മുഖ്യ അതിഥി അഖിലച്ചനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് യൂണിറ്റിൻ്റെ കൂട്ടായ്മയിലേക്ക് വന്ന വാർഷികത്തിലേക്ക് വന്ന നമ്മുടെ വൈസ് ചെയർമാൻ ജോസ് അലക്സിനെ ഹാർദവുമായി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് യൂണിറ്റ് പ്രസിഡൻറ്റ് മെർട്ടിൽ ജോസഫിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി ലിസമ്മ ജെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇടവക ട്രസ്റ്റിയായ സർ ജോർജ് ചാത്തങ്കരിയെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറ്റു യൂണിറ്റുകളിൽ നിന്ന് വന്ന എല്ലാ ഭാരവാഹികളെയും യൂണിറ്റ് മെമ്പർമാരെയും നമ്മുടെ അയൽക്കാരെയും അയൽ യൂണിറ്റിലെ എല്ലാവരെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഞാൻ വളരെ ഹാർദവമായി നമ്മുടെ യൂണിറ്റിലുള്ള എല്ലാ മെമ്പർമാരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അടുത്തായി നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ലിസമ്മ ജെയ്ജിയെ സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് ആൻ്റണീസ് കുടുംബ യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട്. സെൻറ്റ് ആൻ്റണീസ് കുടുംബ യൂണിറ്റിൻ്റെ 11ാമത് വാർഷികം ഉലഹന്നാൻ വർഗീസ് ചെറിയവലയുടെ ഭവനത്തിൽ വെച്ച് 21/4/2018 ശനിയാഴ്ച 5 മണിക്ക് ഫാദർ ജോൺസൺ ഇലവൻകുളിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോട് ആരംഭിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജെയ്ജി ജോൺ പോത്തപ്പൻ്റെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീമതി ലിസി വർഗീസ് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. തുടർന്ന് സെക്രട്ടറി സീന ബോസ് മുൻവർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികാരിയും കുടുംബ യൂണിറ്റ് ചെയർമാനുമായ ഫാദർ ജോൺസൺ ഇലംകുടി ദീപം തെളിച്ച് വാർഷികം ഉദ്ഘാടനം ചെയ്യുകയും നല്ലൊരു വചന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് പ്രസിഡന്റ് ജെയ്ജി ജോൺ അധ്യക്ഷ പ്രസംഗം നടത്തുകയും ശ്രീ ബെന്നി എബ്രാഹാം മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് വൈസ് ചെയർമാൻ ശ്രീ ഡോമിസ്, റവറൻ സിസ്റ്റർ നാൻസി അയരുവക്കാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അതേ തുടർന്ന് വിവാഹ ജീവിതത്തിൻ്റെ 25ഉം 50ഉം ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെയും ഏറ്റവും പ്രായമുള്ള അംഗത്തെയും ഏറ്റവും ചെറിയ കുട്ടിയെയും ആദരിച്ചു. ലോഗോസ് ക്വിസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയവർക്ക് സമ്മാനങ്ങൾ നൽകി. കൺവീനർ ജോണം ജി എല്ലാവർക്കും നന്ദി പറയുകയും 8 മണിക്ക് കലാപരിപാടികൾ ആരംഭിക്കുകയും സ്നേഹവിരുന്നിന് ശേഷം വാർഷികം സമംഗളം അവസാനിച്ചു. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പ്രാരംഭ പ്രാർത്ഥനയോടെ യോഗം ആരംഭിക്കുകയും കുടുംബനാഥൻ ബൈബിൾ വായിക്കുകയും വിചിന്തനം നടത്തി വരികയും ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് യോഗത്തിൽ പങ്കെടുക്കുകയും ബൈബിൾ ക്വിസ് നടത്തുകയും യോഗത്തിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ നിന്നും ലക്കി ഫാമിലിയെ തിരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബർത്ത്ഡേ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. ഇടവകയിലെ എല്ലാ തിരുനാളുകളിലും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും യൂണിറ്റ് അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു വരുന്നു. ജനുവരിയിലെ സെൻറ് ആൻ്റണീസ് സെൻറ് സെബാസ്റ്റ്യൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നോവേന എല്ലാ അംഗങ്ങളും നടത്തുന്നു. വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പിനും എല്ലാവരും ഭക്തിയോടെ പങ്കെടുക്കുന്നു. മാർച്ച് മാസത്തെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നേർച്ച സത്യം ഒരുക്കുന്നതിലും പിരിവ് നൽകുന്നതിലും എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുന്നു. വലിയ നോയമ്പുകാലത്ത് കുരിശിൻ്റെ വഴിയിലും പെസഹാവേഴം, ദുഃഖവെള്ളി എന്നീ ദിവസങ്ങളിലെ ആരാധനയ്ക്കും പരിഹാര പ്രദക്ഷിണത്തിലും എല്ലാവരും സജീവമായി പങ്കെടുക്കുന്നു. ജൂൺ മാസത്തിലെ യോഹന്നാൻ മാംദാനയുടെ നൊവേന നടത്തുന്നതിലും യൂണിറ്റ് അംഗങ്ങൾ സഹകരിക്കുന്നു. യൂണിറ്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും കാഴ്ചവെപ്പ്, ബൈബിൾ വായന എന്നിവകളിലും യൂണിറ്റിൻ്റെ സാന്നിധ്യം സജീവമാണ്. ഒക്ടോബർ മാസത്തെ ജപമാലയിലും കൊന്ത നടത്തുകയും ചെയ്യുന്ന ഭവനങ്ങളിലും ജപമാല ഏറ്റെടുത്ത് നടത്തുന്നു. 2018 പ്രളയ സമയത്ത് മറ്റുള്ളവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാൻ യൂണിറ്റ് അംഗങ്ങൾ സഹകരിച്ചു. 11/3/2020 യോഗത്തിൽ വാർഷികം കത്രീന തോമസ് ആലുമൂട്ടൻ്റെ ഭവനത്തിൽ കൂടുവാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ കൊറോണ മഹാമാരി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനാൽ അത് നടത്തുവാൻ സാധിച്ചില്ല. കൊറോണ പടർന്നു പിടിച്ച സാഹചര്യത്തിൽ കൈത്താങ്ങായി മറ്റുള്ളവരെ സഹായിക്കാൻ യൂണിറ്റ് അംഗങ്ങൾ സഹകരിച്ചു. 2022 ഏപ്രിൽ മാസം മുതൽ കൊറോണ മൂലം നിർത്തിവെച്ച യൂണിറ്റ് മീറ്റിംഗ് പുനരാരംഭിച്ചു. ശ്രീ ജോസഫ് മാവുങ്കൽ, ശ്രീ ജോൺ എം ജി മാണിക്കനാമ്പറമ്പിൽ ഈ കാലഘട്ടത്തിൽ പ്രസിഡന്റുമാരായും സെക്രട്ടറിമാരായി ശ്രീ ജി ജോൺ പോത്തപ്പറമ്പിൽ, ശ്രീമതി നിഷി ജെൻസ് ട്രഷറർ, ശ്രീ പ്രിൻസ് തോമസ് എന്നിവർ യൂണിറ്റിനെ നയിക്കുകയും ചെയ്തു. കോവിഡ് മൂലം മുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇടവക ദേവാലയത്തിൽ നടത്തിയ സംയുക്ത വാർഷികത്തിനും എല്ലാവിധ സഹകരണങ്ങളും നൽകുകയുണ്ടായി. ഈ കാലയളവിൽ മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ യൂണിറ്റ് അംഗങ്ങളായ ജോസഫ് തെക്കേവണാട്ട്, സോണി സെബാസ്റ്റ്യൻ കോവളത്ത്, മേരി ജോസഫ് മാവുങ്കൽ, തോമസ് അയ്യനാമ്പറമ്പിൽ, കത്രീന തോമസ് ആലുമുട്ടിൽ എന്നിവരുടെ ആത്മശാന്തിക്കായും അതോടൊപ്പം നമ്മുടെ ഇടയിൽ നിന്നും കഴിഞ്ഞ ദിവസം സ്വർഗീയ സന്നിധിയിലേക്ക് യാത്രയായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിനും നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2024 മാർച്ച് 10 കൂടിയ യോഗത്തിൽ പ്രസിഡന്റായി ശ്രീമതി മെറ്റൽ ജോസഫ് മാവുങ്കൽ, വൈസ് പ്രസിഡന്റായി ശ്രീ ജോൺ എം ജി മാണിക്കനാമ്പറമ്പിൽ, സെക്രട്ടറി ലിസമ്മ ജി പോത്തപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ലിസി വർഗീസ് ചെറിയവളി, ട്രഷറർ പ്രിൻസ് തോമസ് ആലുങ്കൽ, കമ്മിറ്റി അംഗങ്ങളായി ശ്രീ ജോസഫ് മാവുങ്കൽ, ശ്രീ ജി ജോൺ പോത്തപ്പറമ്പിൽ, ശ്രീ ജോൺസൺ തോമസ് ആലുങ്കൽ, ശ്രീ ഫ്രാൻസിസ് മൂഞ്ഞപ്പള്ളി എന്നിവരെ തിരഞ്ഞെടുത്തു. 2024 ജൂൺ മാസത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ സെൻറ് ആൻ്റണീസ് യൂണിറ്റാണ് നടത്തിയത്. തിരുനാളിന് ഒരുക്കമായി പള്ളി ക്ലീനിംഗ് നടത്തുകയും നൊവേനകൾ നടത്തുകയും ചെയ്തു. 2024 ജൂലൈ മാസത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുകയുണ്ടായി. ഒക്ടോബർ 20 നേതൃത്വ ക്ലാസ്സിൽ 10 പേർ പങ്കെടുക്കുകയുണ്ടായി. ഒക്ടോബർ മാസത്തെ ജപമാല നടത്തുകയും സ്നേഹവരം നടത്തുന്നതിലും എല്ലാവരും സഹകരിക്കുകയുണ്ടായി. ക്രിസ്മസ് കരോളിന് എല്ലാം സജീവമായി പങ്കെടുത്തു. 2025 ഫെബ്രുവരി 26 ബഹുമാനപ്പെട്ട ജോസ് പാപ്പറം അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ജോൺ ചക്കനാട്ടച്ഛൻ്റെയും ജൂബിലി ആഘോഷത്തിൽ അംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 2/2/2025 ഞായറാഴ്ച കൂടിയ യോഗത്തിൽ 2025 ഏപ്രിൽ 24 യൂണിറ്റ് വാർഷികം ശ്രീ ബെന്നി ആലുമുട്ടൻ്റെ ഭവനത്തിൽ കൂടുവാൻ തീരുമാനിച്ചു. യൂണിറ്റ് വാർഷികം നടത്താൻ ഭവനം ഒരുക്കിയ ശ്രീ ബെന്നിക്കും കലാപരിപാടി കൺവീനർമാർക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ യൂണിറ്റ് മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനെ പോലെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കരുണയുള്ളവരാകാം. യൂണിറ്റ് മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥം വ്യാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഫാമിലി യൂണിറ്റിൻ്റെ ചെയർമാൻ, നമ്മുടെ വികാരി അച്ഛനുമായ റവറൻഡ് ഫാദർ ജോസ് പാറപ്പുറം
അച്ഛനെ വേദിയിലേക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയ അഖിലച്ച, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൈക്കാരൻ, സെക്രട്ടറി, സ്നേഹമുള്ള മറ്റു ഭാരവാഹികളെ, മറ്റു കുടുംബത്തിലെ അംഗങ്ങളെ, ഏറ്റവും മനോഹരമായ രീതിയിൽ സദസ്സ് പൂർണ്ണമായിട്ടുണ്ട്. കാരണം ഇത്രയും പേരെ പ്രതീക്ഷിച്ച് കസേരയിട്ടുണ്ട്, അത് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കുടുംബ യൂണിറ്റ് സുദീർഘമായ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കൂടിയതെങ്കിലും എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാനായിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആയുസ്സിന് ദീർഘമുണ്ടാവുമെന്നാണ് പറയും. ചിലെല്ലാം പറയും മദ്യപാനികൾക്ക് മുടി നരയ്ക്കില്ല എന്ന്. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് അവർ കണ്ടത്. രണ്ടാമത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ പ്രായം വരെയും ജീവിച്ചിരിക്കില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതല്ല, നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളുടെ നല്ല മാതൃകയാണ്, കുടുംബ കൂട്ടായ്മയാണ് കുട്ടികളെ നല്ല രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന്. സർ വാൾട്ടർ സ്കോസ്ക് എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ആ ക്ലാസ്സിൽ ഒരു നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടി, പക്ഷേ ആ കുട്ടിയെ വെട്ടിക്കാനായിട്ട് അടുത്ത ആൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടാനായിട്ട്. അവൻ എപ്പോഴും സെക്കൻഡ് റാങ്കാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. അവൻ നോക്കിയപ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം ആ കുട്ടി പറയും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കും. അങ്ങനെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇതുപോലെ ആകണം എന്നൊരു വാശി മറ്റേയാൾക്കുണ്ടായി. ഫസ്റ്റ് റാങ്ക് കിട്ടണം. അപ്പോൾ അതിനവനവൻ പരിശോധിച്ച് നോക്കി ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഓരോ ഉത്തരവും പറയുമ്പോൾ അവൻ ഷർട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ബട്ടൺസ് തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അവനെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഷർട്ടിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ ബട്ടൺസ് കട്ട് ചെയ്ത് കളഞ്ഞു. അവൻ ഉത്തരവൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഈ ബട്ടൺസ് പിടിക്കാൻ നോക്കിയപ്പോൾ കാണാനില്ല. അതോടുകൂടി പുള്ളിയുടെ ഉത്തരവൊക്കെ തെറ്റാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്ക് ഈ സെക്കൻഡ് റാങ്ക് ഉള്ളവന് അടുത്ത തവണ ഫസ്റ്റ് റാങ്ക് കിട്ടി. അതൊരു നല്ല ശീലമല്ല, ദുശീലം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ദുശീലങ്ങളില്ലാതെ നന്നായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കും. അക്ബർ ചക്രവർത്തി ബീരബലിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, സത്യവും അസത്യവും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ബീരബൽ ഉത്തരം പറഞ്ഞത് സത്യവും അസത്യവും തമ്മിൽ 2 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. രാജാവിനും ആകപ്പാടെ സംശയമായി എന്താണെന്ന്. അപ്പോൾ ഒന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, സത്യം എന്നുള്ളത് കണ്ണുകൊണ്ട് കാണുന്നതാണ്, അസത്യം എന്ന് പറയുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നതാണ്. ഇത് തമ്മിലുള്ള അകലം 2 ഇഞ്ചാണെന്ന്. ചക്രവർത്തിക്ക് അവൻ്റെ ഉത്തരം വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്, പക്ഷെ കേൾക്കുന്നത് പലതും ഉണ്ടാവും. പല ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ജീവിതത്തിലേക്ക് പകർത്താതെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയത്തിലെത്താൻ സാധിക്കും. ആ സത്യത്തിൻ്റെ ഒരു മാർഗം കൂടിയാണ് കുടുംബ കൂട്ടായ്മ. കുടുംബ കൂട്ടായ്മയിൽ എല്ലാവരുമായിട്ട് യോജിച്ചും സ്നേഹമായിട്ടും പോകണം, തമ്മിൽ ബന്ധം ഉണ്ടാകും. എറണാകുളത്താണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. കാരണം അവിടെ ഒരു ഫ്ലാറ്റിൽ അടുത്ത മുറിയിൽ ഒരാൾ മരിച്ചു കിടന്നിട്ട് അറിഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ തമ്മിലൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് അവരിതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒരു കുടുംബ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ ഫാമിലി യൂണിറ്റ് വഴി പരസ്പരം ആൾക്കാരെ അറിയാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, അവർ സ്നേഹത്തോടു കൂടി കാണാൻ സാധിക്കും. പലപ്പോഴും ഈ സ്നേഹമില്ലാതെ വരുന്നതും വെറുപ്പുണ്ടാക്കുന്നതും തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ഒരു രാജാവ് ഏറ്റവും മനോഹരമായിട്ട് തൻ്റെ രാജ്യം ഭരിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പാവപ്പെട്ടവന് ഈ രാജാവിന് ഇഷ്ടമല്ലായിരുന്നു. ആ രാജാവ് എങ്ങനെയോ മനസ്സിലാക്കി അദ്ദേഹം ആ വ്യക്തിയുടെ വീട്ടിലേക്ക് ഒരു സമ്മാനം കൊടുത്തു വിട്ട്. ഒരു ചാക്കരി, ഒരു സഞ്ചി നിറയെ സോപ്പ്, ഒരു പാത്രം നിറയെ പഞ്ചസാര. അത് കിട്ടിയപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ലെങ്കിലും അയാൾ അവിടെയുള്ളൊരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് ഈ രാജാവിൻ്റെ സമ്മാനത്തിൻ്റെ അർത്ഥം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിൻ്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടെന്ന് രാജാവിനറിയാം, അതുകൊണ്ടാണ് ഒരു ചാക്കരി
പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കുഴപ്പം മറ്റുള്ളവരോട് കുറിച്ച് സംസാരിക്കുന്നതെല്ലാം കയ്പേറിയതാണ്. അപ്പോൾ അതിനാണ് ഒരു പാത്രം പഞ്ചസാര. പിന്നെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നീ ഒന്ന് വൃത്തിയാകാനുണ്ട്. അതുകൊണ്ട് ഈ മുഷിഞ്ഞ വേഷമൊക്കെ മാറി മിടുക്കനാകണം. അതിനാ ഒരു സഞ്ചി സോപ്പ്. അവന് സന്തോഷമായി. കാരണം ആ രീതിയിൽ ജീവിച്ച് നല്ല മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ അയലോക്കത്തേക്ക് സോപ്പും അരിയും പഞ്ചസാരയൊക്കെ ആയിട്ട് ചെല്ലാൻ വേണ്ടിയല്ല, എങ്കിൽ പോലും അവരെ എല്ലാവരെയും നല്ല മാർഗത്തിലൂടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. തെറ്റായ മാർഗത്തിൽ പോകുന്നവരെ നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. കുട്ടികളെയൊക്കെ അത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ വലിയ പാടായിപ്പോൾ. അവർ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ ഒരു സാറ് കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു പശുവിന് 6000 രൂപ, ആടിന് 2000 രൂപ, കോഴിക്ക് 500 രൂപ എങ്കിൽ എൻ്റെ വയസ്സ് എത്രയാണ്? അവൻ അതിൽ മിടുക്കനായിരുന്നു. അവൻ പറഞ്ഞു 48 വയസ്സെന്ന്. സാറിന് അതിശയമായി, ഇത് എങ്ങനെ ഇപ്പം പറഞ്ഞു എന്നുള്ളത്. അപ്പോഴത്തേക്ക് മോനെ നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു പറയാനാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഏകദേശം ഇതുപോലെയുള്ള കണക്ക് പറയുന്ന ഒരു അരവട്ടൻ എൻ്റെ നാട്ടിലുണ്ട്. അവന് 24 വയസ്സാണ്. ഇത് ഫുൾ വട്ടാണ്, അതുകൊണ്ട് 48 വയസ്സ്. അപ്പോൾ ആ രീതിയിലാണ് പിള്ളേർ ഉത്തരം പറയണം. അപ്പോൾ അവരോടൊക്കെ സമാധാനം പറയാൻ നമുക്ക് തന്നെ വിഷമമാണ്. പിന്നെ അതുകൊണ്ട് അവരുടെ മുമ്പിൽ നല്ല മാതൃക കാണിച്ചു കൊടുക്കുക, നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതവർക്ക് ഉപകാരപ്രദമാണോ എന്ന് ചിന്തിക്കാനും കൂടി നമ്മൾ കടമയുണ്ട്. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകാറുണ്ട്. TV വെച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അമ്മയോടുള്ള വാശിക്ക് ആത്മഹത്യ ചെയ്ത പിള്ളേരുണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ വളരാതിരിക്കണമെങ്കിൽ തക്ക സമയത്ത് നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മുടെ കുടുംബ കൂട്ടായ്മ ഇതിന് ഏറ്റവും ഉത്തമമായൊരു മാതൃകയാണ്. നമുക്കറിയാം, മീറ്റിങ്ങിനിടയ്ക്ക് കുട്ടികളുടെ കലാപരിപാടികൾ, അതുപോലെ ലോഗോസ് ക്വിസ് ഒക്കെ നടത്താറുണ്ട്. അപ്പം അതെല്ലാം അവരുടെ വിജ്ഞാനം വളർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ കുടുംബയോഗം ഏറ്റവും ധന്യമായിട്ട് തീരാനും ഈ വാർഷികം ഏറ്റവും മനോഹരമാക്കാനും അവസരം നൽകി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദീപം തെളിക്കാം. സരസവും മനോഹരവുമായ ഒരു സന്ദേശം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറവച്ചന് എവരുടെയും പേരിലുള്ള നന്ദി പറയാണ്. നമുക്ക് ദീപം തെളിയിച്ചുകൊണ്ട് ഈ പൊതുയോഗത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഫാമിലി യൂണിയൻ സെൻട്രൽ കമ്മിറ്റി ചെയർമാനും വികാരിയച്ഛനുമായ ജോസച്ചനാണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി മെർട്ടിൽ ജോസഫിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഫാമിലി യൂണിറ്റ് ചെയർമാൻ നമ്മുടെ വികാരി ജോസ് അച്ച, അഖിലച്ചൻ എണീറ്റ് പോയ അഖിലച്ച, വൈസ് ചെയർമാൻ ജോസ് അലക്സ്, നമ്മുടെ മേരിമാത വൈസ് പ്രസിഡൻറ്റ് ജോർജ് ചാത്തങ്കേരി, സെയിൻറ്റ് ആൻറ്റണീസ് യൂണിറ്റ് സെക്രട്ടറി ലിസമ്മ ജെയ്ജി, സെയിൻറ്റ് ആൻറ്റണീസ് യൂണിറ്റ് കുടുംബാംഗങ്ങളെ, മറ്റ് യൂണിറ്റ് ഭാരവാഹികളെ, അതിഥികളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇടവകയിൽ യൂണിറ്റ് വാർഷികങ്ങൾ നടത്തുന്നത്. ഏറ്റവും അംഗബലം കുറഞ്ഞ ഒരു യൂണിറ്റാണ് നമ്മുടേത്. എങ്കിലും യൂണിറ്റ് വാർഷികങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാ അംഗങ്ങളും കൂട്ടായ സഹകരണം കൊണ്ട് മാതൃക കാട്ടാറുണ്ട്. അതിന് ഈ വർഷവും കുറവുണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്യമാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അങ്ങനെയെങ്കിൽ ഇമ്പമുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്ന കുടുംബ കൂട്ടായ്മ ഇമ്പമുള്ളതാകും. ഇമ്പമുള്ള കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ പരസ്പര സ്നേഹമുണ്ടാവും.
വലിപ്പച്ചെറുപ്പം ഉണ്ടാവില്ല. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും, ക്ഷമിക്കും, പരസ്പരം മനസ്സിലാക്കും. അവിടെ ഈശ്വര വിശ്വാസമുണ്ടാവും, പ്രാർത്ഥനയുണ്ടാകും. അങ്ങനെയുള്ള കുടുംബത്തിൽ ക്രിസ്ത്യ ചൈതന്യമുണ്ടാവും. ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ മാതൃകയാണ് ഈ കുടുംബം മറ്റുള്ളവർക്ക് അറിയാതെ പകർന്നു കൊടുക്കുക. ഇങ്ങനെയുള്ള കുടുംബം തീർച്ചയായും ഇമ്പമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രിയമുള്ള സെയിൻറ്റ് ആൻഡ്രൂസ് യൂണിറ്റിലെ ഒരേ കുടുംബവും ക്രൈസ്ത ചൈതന്യം നിറഞ്ഞ് ഇമ്പമുള്ള കുടുംബങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ ലോകം മുഴുവനും അദ്ദേഹത്തെ സ്തുതിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങൾ നേർസാക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക, നഗ്നനായി ഉടുപ്പിക്കുക, പരദേശിയെ സ്വീകരിക്കുക, രോഗിയെയും കാരാഗ്രഹവാസിയെയും സന്ദർശിക്കുക. ഇതാണ് മാർപ്പാപ്പ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എളിമയും കാരുണ്യവും ലാളിത്യവും ലോക മനസാക്ഷിയെ ആകർഷിച്ച്, അതുകൊണ്ടാണ് ലോകം മുഴുവനും അദ്ദേഹത്തെ സ്നേഹിച്ചത്. ലോകം യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി അദ്ദേഹത്തെ കണ്ടു. ഇമ്പമുള്ള കുടുംബത്തിൽ ആത്മീയതയുണ്ടാവും, എളിമയുണ്ടാവും, സഹാനുഭൂതി ഉണ്ടാവും. ഈ വാർഷികത്തിന് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത് ഇത് തന്നെയാണ്. നമുക്ക് ഇമ്പമുള്ള കുടുംബങ്ങളായി മാറാം. ഇന്ന് ഇവിടെ പരിപാടിക്ക് സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് കുടുംബങ്ങളോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു. താങ്ക് യു. അടുത്തായി ആശംസകളാണ്. ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സെൻറ്റ് ആൻ്റണി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി മെർട്ടി ജോസഫ്, യോഗം ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ചെയർമാനും വികാരിയുമായ ജോസ് പാറപ്പുറമച്ച, നമ്മുടെ ട്രസ്റ്റി ശ്രീ ജോർജ് ജോസഫ്, യൂണിറ്റ് സെക്രട്ടറി ശ്രീമതി ലിസമ്മ, മറ്റ് യൂണിറ്റിൽ നിന്ന് എത്തിയിട്ടുള്ള കുടുംബ യൂണിറ്റ് നേതാക്കന്മാരെ, സെൻറ്റ് ആൻ്റണി കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഈ വാർഷികാഘോഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ യൂണിറ്റുകളുടെ വാർഷികം ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ യൂണിറ്റ് പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇടവകയിൽ. പക്ഷേ ഈ വാർഷികം ആഘോഷത്തോടുകൂടി അതിൻ്റെ ആ നല്ലൊരു പൂർണ്ണതയിലേക്ക് എത്തിത്തുടങ്ങുകയാണ് കുടുംബ യൂണിറ്റ് പ്രവർത്തനങ്ങൾ. നമ്മളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് തന്നെ ഒരു 30 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോന്നു. നമ്മൾ വാർഷികങ്ങളെല്ലാം വളരെ അടിപൊളിയായിട്ട് വളരെ പ്രാതിനിധ്യത്തോടെയൊക്കെ നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു. ഈ യൂണിറ്റും ഒട്ടും മോശമല്ല. പണ്ട് ആ സെൻറ്റ് ആൻ്റണി യൂണിറ്റിൻ്റെ പേരും പ്രശസ്തിയെല്ലാം നമുക്കൊക്കെ അറിയാം. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിറ്റാണ്. കുറച്ച് ഇടക്കാലം കൊണ്ട് അല്പം ഒരു മന്ദഗതി വന്നു. കോവിഡ് ആയപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും എല്ലാ അടച്ചു പൂട്ടിയ പോലെ നമ്മുടെ യൂണിറ്റ് പ്രവർത്തനങ്ങളിലും അതിൻ്റെ മന്ദീഭവിപ്പ് വന്നു. പക്ഷേ ഇപ്പം ശ്രീമതി മെർട്ടിലിൻ്റെ നേതൃത്വത്തിൽ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കൂട്ടിയിണക്കി ആ പഴയ പ്രതാപ ഐശ്വര്യകാലത്തിലേക്ക് സെൻറ്റ് ആൻ്റണി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ യൂണിറ്റിൻ്റെ കാലിക പ്രസക്തി ഇപ്പം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞ പോലെ ആ ഒരു സംഭവം ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പം നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളുടെ ഓരോ കുടുംബങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിൽ അംഗങ്ങളില്ല, 1 അല്ലെങ്കിൽ 2 പേരൊക്കെയാണ് പല കുടുംബങ്ങളിലും ഉള്ളത്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാലമായിട്ട് ഈ കുടുംബ യൂണിറ്റ് മാറണം.
എങ്കിലേ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇടവകയിൽ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കൂടുതൽ ശക്തിയോടുകൂടി പോകാനും കൂടുതൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു മേധാവിത്വം, കുടുംബ യൂണിറ്റിൻ്റെ മേധാവിത്വം ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ, പ്രവർത്തിക്കുന്ന ഏരിയയിൽ ഉണ്ടാകുകയുള്ളൂ. അതോടൊപ്പം അങ്ങനെ ഒരു കുടുംബ യൂണിറ്റ് ഇടവകയിൽ ശക്തിപ്പെടുമ്പോൾ ഇടവകയും അതനുസരിച്ചുള്ള ഒരു ശക്തിയും അതിൻ്റെ എല്ലാവിധ കൂട്ടായ്മയും വരികയാണ്. അപ്പം കുടുംബ യൂണിറ്റാണ് ഇടവക കൂട്ടായ്മയുടെ പ്രാഥമികമായ ഒരു വേദി. അപ്പം എല്ലാ കുടുംബ യൂണിറ്റുകളും അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി ഇടവകയിൽ നല്ലൊരു കൂട്ടായ്മയും നല്ലൊരു ഐക്യവും ഉണ്ടാകുവാൻ ഈ വാർഷികാഘോഷം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ശ്രീ ജോസലക്സ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് മേരിമാത യൂണിറ്റ് വൈസ് പ്രസിഡൻറ്റും നമ്മുടെ പള്ളിയുടെ ട്രസ്റ്റിയുമായ ശ്രീ ജോർജ് ചാത്തങ്കരിൽ അവരെ സാദരം ക്ഷണിക്കുന്നു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന യൂണിറ്റ് പ്രസിഡന്റ് മെർട്ടിൽ ജോസഫ്, ബഹുമാനപ്പെട്ട കുടുംബ യൂണിറ്റുകളുടെ ചെയർമാനും നമ്മുടെ വികാരിയച്ഛനുമായ ജോസച്ച, വൈസ് ചെയർമാൻ മിസ്റ്റർ ജോസലക്സ്, യൂണിറ്റ് സെക്രട്ടറി ലിസമ്മ, സ്നേഹമുള്ളവരെ, സെൻറ്റ് ആൻ്റണീസ് കുടുംബ യൂണിറ്റിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ആദ്യമായി വാർഷികാഘോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം നേരുകയാണ്. ഒരു 28 ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 28 ലക്ഷം രൂപ കൊണ്ട് ഒരു രൂപ എല്ലാ മാസവും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. ഞാനൊരു ചെറിയ കഥ പറയുകയാണ്. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു മാതാവും അവരുടെ കുട്ടിയും ജീവിക്കുകയാണ്. ആ മാതാവ് വളരെ കഷ്ടപ്പെട്ട് ആ പിഞ്ചുകുട്ടിയെ തീറ്റിപ്പോറ്റുകയാണ്. അതേതോ 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ സ്ത്രീ എല്ലാ ദിവസവും രാവിലെ ഇവനെ രുചികരമായ, സ്നേഹത്തോടു കൂടി രുചികരമായ 2 ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. ആ ചപ്പാത്തിയുമായിട്ടാണ് ഈ കുട്ടി സ്കൂളിലേക്ക് പോവുക. എന്നാൽ സ്കൂളിലേക്ക് പോകുന്ന വഴി അതിർത്തിയാണ്. അപ്പോൾ നമ്മുടെ പട്ടാളക്കാർ അവിടെ സേവനം ചെയ്യുന്നുണ്ടാവും. ഈ കുട്ടിയുടെ കയ്യിലുള്ള ആ 2 മൃദുലമായ സോഫ്റ്റായ 2 ചപ്പാത്തി എടുത്ത് ആ പട്ടാളക്കാരന് കൊടുക്കുന്നു. പട്ടാളക്കാരനാവട്ടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 2 ഉണക്ക റൊട്ടി ഈ കുട്ടിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ കുട്ടി ഈ ചപ്പാത്തിയുമായി പോയി സ്കൂളിൽ പോയി അത് കഴിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പട്ടാളക്കാരൻ ഒരു ദിവസം ഈ കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ അമ്മ ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും സന്തോഷത്തോടും മൃദുലമായ ഈ റൊട്ടി നിനക്ക് ഉണ്ടാക്കി തരുന്നു, നീ എന്തുകൊണ്ടാണ് ഈ റൊട്ടി എനിക്ക് തന്നിട്ട് ഈ ഉണക്ക റൊട്ടി കൊണ്ട് നീ കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്ന മറുപടി ഇതാണ്. 3 കാര്യങ്ങളാണ് ആ കുട്ടി പറയുക. ഒന്നാമതായിട്ട്, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരാണ്, ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. നിങ്ങളുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിലുള്ള എല്ലാവർക്കും സുരക്ഷയുണ്ടാവുള്ളൂ, അവരെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ആ കുട്ടി പറയുന്നു, നിങ്ങൾ തരുന്ന ഈ ഉണക്കറൊട്ടി കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ജീവിതം എന്താണെന്നും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ജീവിതത്തിലേക്ക് അത് പകർത്തുവാനും സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എനിക്കൊരു പാഠമായി മാറുകയും ചെയ്യും. മൂന്നാമതായിട്ട്, എനിക്ക് ഇനിയും നല്ല റൊട്ടികൾ ഉണ്ടാക്കി തരുവാൻ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്നാൽ രാജ്യത്തെ കാക്കുന്ന നിങ്ങളെ സന്തോഷിപ്പിക്കുവാനോ
നിങ്ങൾക്ക് നല്ല റൊട്ടി ഉണ്ടാക്കി തരുവാനോ നിങ്ങളുടെ കൂടെ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. എൻ്റെ അമ്മ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിച്ചറിയുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞ 28 ലക്ഷം രൂപയിലേക്ക് തിരിച്ചു വരികയാണ്. 28 ലക്ഷം രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും എന്ന് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. എന്നാൽ നമ്മളിൽ പലർക്കും പല മറുപടികളുണ്ടാവും. ഈ 28 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി. എന്നേക്കാൾ ഈ 28 ലക്ഷം രൂപ മറ്റു പലർക്കും ആവശ്യമുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നവർ ഈ ഇരിക്കുന്നവരിൽ തീരെ വിരളമായിരിക്കാം. എന്നാൽ 12 വർഷത്തെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഈ 12 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി പങ്കിട്ട വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച മൺമറിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട പാപ്പ. ഈ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. പരിശുദ്ധ പിതാവിൻ്റെ ഒരു മാസത്തെ ശമ്പളം $30,000 ആണ്. അതായത് ഈ 12 വർഷം കൊണ്ട് പരിശുദ്ധ പിതാവ് പാവപ്പെട്ടവർക്കായി കൊടുത്തത് 3 കോടി രൂപയാണ്. നമ്മളെല്ലാം ഇത് ഓർത്ത് ചിന്തിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃതങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ആ കുട്ടിയുടെ കഥ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെ വേദനകളാക്കി നമുക്ക് മാറ്റാം. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നമ്മുടെയും ദുഃഖങ്ങളാക്കി തീർക്കാം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈ കുടുംബ യൂണിറ്റുകൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ, അർത്ഥമുണ്ടാവുകയുള്ളൂ. ഒരിക്കൽ കൂടി സെയിൻറ്റ് ആൻ്റണീസ് കുടുംബ യൂണിറ്റിലെ എല്ലാവർക്കും വാർഷികത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ജോർജ് ചാത്തങ്കരിൽ. അടുത്തായി ചില നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, നമുക്കറിയാം, വൈദിക ജീവിതത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുകയാണ്. വികാരിയച്ഛൻ്റെ ഗോൾഡൻ ജൂബിലിക്കുള്ള എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. വികാരിയച്ഛനെ ആദരിക്കുന്നതിനായി നമ്മുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് ശ്രീമതി മെർട്ടിൽ ജോസഫിനെ ക്ഷണിക്കുന്നു. കൈയടിക്ക് ശക്തി പോരാ കേട്ടാ. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ശ്രീ ഷാജു മേഴ്സി ദമ്പതികൾ ഇവിടെയുണ്ട്. അവരെ ആദരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഷാജു ആൻഡ് മേഴ്സി. ഇരുപത്തഞ്ച് വർഷമൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് ഈ കയ്യടിയൊന്നും പോരാ, കുറച്ച് നല്ല കയ്യടിയൊക്കെ വേണം. അടുത്തായി നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ ആദരിക്കുകയാണ്. ആദരിക്കുന്നതിനായി നമ്മുടെ വൈസ് ചെയർമാൻ ക്ഷണിക്കുന്നു. ആരാണെന്ന് പറയാമോ? നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ ആർക്കും അറിയില്ലേ? ഒന്ന് ഊഹിക്കേ. പ്രായത്തിൻ്റെ കാര്യം വേണ്ട, ആരും ഒന്നും വേണ്ടില്ല അല്ലേ? എന്നല്ല ഞാൻ പറയാന്ന ശ്രീമതി അന്നക്കുട്ടി ആലുങ്കൽ. ഒന്ന് കൈയടിക്ക്.
ചെറുപ്പക്കാർ പലരും വീട്ടിലിരിക്കുമ്പോഴും ഈ പ്രായത്തിൽ ഇവിടേക്കൊക്കെ വരുന്ന ആളുകളെ നമ്മൾ ഈ കൈയടിയൊന്നും പോരാ. അടുത്തതായി നമ്മുടെ ഇടയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ആദരിക്കുന്നതിനായി നമ്മുടെ ട്രസ്റ്റി ശ്രീ ജോർജ് അത്തങ്കരയിൽ ക്ഷണിക്കുന്നു. ആരാണെന്ന് പറയാമോ ആൾ ഏറ്റവും പ്രായം കുറഞ്ഞ യൂണിറ്റിലെ? കൂട്ടായ്മയല്ല, എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കണമെന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പ്രസംഗിച്ചത്. ആരായിരിക്കും? ദേ വന്നു. ബേബി ഓഫ് സോബിച്ചൻ ആൻഡ് അശ്വതി പാലത്തിങ്കൽ, ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. സൈറ, നമ്മുടെ കൊച്ചു സൈറക്കുട്ടി. സൈറക്കുട്ടിക്ക് ഒരു കൈയടി കൊടുത്തേ. സെൻട്രൽ കമ്മിറ്റിയുടെ വക നമ്മളുടെ ബൈബിൾ ക്വിസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ നമ്മുടെ സെക്രട്ടറി ശ്രീമതി ലിസമ്മ ജേജിക്ക് നമ്മുടെ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ, സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും വൈസ് ചെയർമാനും കൂടി നമ്മുടെ സെക്രട്ടറി ബൈബിൾ ക്വിസിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിനുള്ള പ്രത്യേകമായിട്ടുള്ള സമ്മാനം നൽകുകയാണ്. താങ്ക് യു. ഇനി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിൽ നിന്ന് എല്ലാവരും ഭാഗ്യമുള്ളവരൊക്കെ തന്നെയാണ്. എന്നാലും ഏറ്റവും ഭാഗ്യമുള്ള കുടുംബം ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? മോള് കയറിയ ഭാഗ്യവാനൊന്ന് തിരഞ്ഞെടുക്കൂ. നമ്പർ 6 ആണ് കിട്ടിയിരിക്കുന്നത്. 6 ആരാണാവോ? ആലുങ്കൽ ജോൺസൺ തോമസ് ആണ് ആ ഭാഗ്യവാൻ. വേദിയിലേക്ക് കടന്നു വരിക. ആ സമ്മാനം നൽകുന്നത് നമ്മുടെ ഫാമിലി യൂണിയൻ ചെയർമാനും വികാരിയുമായ ജോസ് പാറപ്പുറം അച്ഛനാണ്. വന്നിട്ടില്ല? ജോലിയാണ്. അപ്പം അടുത്ത ആളെടുക്കാം. പത്തൊൻപതാണ് കിട്ടിയിരിക്കുന്നത്. മാവുങ്കൽ ഉലഹന്നാൻ വർഗീസ്. നമ്മുടെ ശ്രീ ഉലഹന്നാൻ വർഗീസ് ഇവിടെയുണ്ട്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിനായി വികാരിയച്ഛനെയും ക്ഷണിക്കുകയാണ്. താങ്ക് യു ഫാദർ. നമ്മളുടെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് യോഗ നടപടികളിൽ ഔദ്യോഗികമായി നന്ദി അർപ്പിക്കുന്നതിനായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ എം ജിയെ ക്ഷണിക്കുന്നു. ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷനും സെൻറ് ആൻ്റണീസ് യൂണിറ്റ് പ്രസിഡൻറ്റുമായ മെർട്ടിൽ ജോസഫ്, ഫാമിലി യൂണിറ്റിൻ്റെ ചെയർമാനും നമ്മുടെ വികാരിയുമായ ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറമച്ച, വൈസ് ചെയർമാൻ ജോസ് അലക്സ്, സെക്രട്ടറി ലിസമ്മ ജെയ്ജി, നമുക്ക് വേണ്ടി ഇന്ന് വളരെ ഭക്തി നിർഭരമായ ഒരു കുർബാന അർപ്പിക്കുകയും നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്ത അഖിലച്ചൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് യൂണിറ്റിലെ പ്രസിഡൻറ്റുമാർ, സെക്രട്ടറിമാർ, കമ്മിറ്റി മെമ്പേഴ്സ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, മീറ്റിങ്ങിനായി ഈ സ്ഥലം ഇവിടെ അറേഞ്ച് ചെയ്തു തന്ന ബെന്നിയുടെ ഫാമിലി, അവരുടെ റിലേറ്റീവ്സ്, സെൻറ് ആൻ്റണീസ് യൂണിറ്റിലെ മറ്റ് മെമ്പേഴ്സ്, എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളൊരു കർത്തവ്യം എന്നെ നിർവഹിക്കുകയാണ്. ആ കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ചെയർമാനും വികാരിയച്ഛനുമായ ജോസ് പാറപ്പുറത്തിന് തന്നെ ആദ്യം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസച്ചൻ നമ്മുടെ വികാരിയും
യൂണിറ്റിൻ്റെ ചെയർമാനുമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും, പള്ളിയുടെ പ്രവർത്തനങ്ങൾക്കും യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളും വളരെയധികം ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി യൂണിറ്റിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ നേരുകയാണ്. നമ്മുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് മെർട്ടിൽ ജോസഫ് ഒരു യൂണിറ്റിനെ എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് നയിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റായിട്ട് മുന്നിൽ വരാൻ എങ്ങനെ ശ്രമിക്കാം എന്നുള്ള തൻ്റെ ദൗത്യം വളരെ കൃത്യമായി, വളരെ ആത്മാർത്ഥമായി കൂടുതൽ സമയം ചിലവാക്കി നമുക്ക് വേണ്ടി എല്ലാ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് മെർട്ടിൽ ജോസഫിന് ഏറ്റവും സ്നേഹത്തോടെ പേരിൽ യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുക. നമ്മുടെ ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ ജോസ് അലക്സ്. വൈസ് ചെയർമാൻ എന്ന് പറയുമ്പോൾ ഇടവകയുടെ കാര്യങ്ങളും യൂണിറ്റിൻ്റെ കാര്യങ്ങളും ഏകോപിച്ച് കൊണ്ടുപോകേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും അല്ലാണ്ട് തന്നെ ജോസ് വേറെ പല ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. YMCAയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്ന നിലയിലൊക്കെ വളരെയധികം കാര്യങ്ങൾ ജോസ് ചെയ്തു തീർക്കുന്നുണ്ട്. ഈ എല്ലാ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ടും നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വൈസ് ചെയർമാൻ ജോസ് അലക്സിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ സെക്രട്ടറി ലിസമ്മ ജെയ്ജി എല്ലാ യോഗങ്ങളിലും വളരെ വ്യക്തവും കൃത്യവുമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ക്രോഡീകരിച്ച് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലിസമ്മ ജെയ്ജിക്ക് യൂണിറ്റിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇന്നിവിടെ വളരെ ഭക്തി നിർഭരമായ ഒരു കുർബാന അർപ്പിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഖിൽ അച്ഛനിവിടെ എത്തുകയുണ്ടായി. അച്ഛന് വേറെ എന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അച്ഛൻ പോകുന്ന ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അച്ഛന് ഏതായാലും അച്ഛൻ്റെ അഭാവത്തിൽ യൂണിറ്റിൻ്റെ പേരിലുള്ള ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഇവിടെ ഈ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് യൂണിറ്റിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, കമ്മിറ്റി മെമ്പേഴ്സ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നിങ്ങളെ എല്ലാവർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ നേരിടും. നമുക്ക് വേണ്ടി ഇവിടെ സന്ദേശങ്ങൾ നൽകിയ മേരി മാതാ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ ട്രസ്റ്റിയുമായ ജോർജ് CJക്ക് കുടുംബ യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. ഇവിടെ ഈ യൂണിറ്റ് വാർഷികം നടത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം ഒരുക്കി 2 ആഴ്ചയോളം 3 ആഴ്ചയോളം ഇതിൻ്റെ പുറകിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബെന്നിക്കും ബെന്നിയുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബന്ധുമിത്രാദികൾക്കും യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. സെൻറ്റ് ആൻ്റണീസ് യൂണിറ്റിലെ ഓരോ കുടുംബത്തിനും നമ്മുടെ യൂണിറ്റ് പ്രവർത്തനങ്ങൾ എല്ലാം സഹകരിച്ചുകൊണ്ട്, അത് മീറ്റിങ്ങുകളായാലും പിരിവുകളായാലും മറ്റെന്ത് പരിപാടികളിലായാലും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് വേണ്ടി ഇവിടെ ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന ദീപുവിൻ്റെ സഹപ്രവർത്തകരും, നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു വിളിപ്പാട് അകലെ വേഗമെത്തി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദീപുവിനും സഹപ്രവർത്തകർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഈ പന്തൽ ഒരുക്കി തന്ന നമുക്ക് വേണ്ടി മനോഹരമായൊരു പന്തൽ ഇവിടെ ഒരുക്കി തന്ന വിജയന് ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി നമുക്ക് അർപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇവിടെ നല്ല ഒരു രുചികരമായ ഭക്ഷണം ഇവിടെ റെഡിയായിട്ടുണ്ട്. അത് റെഡിയാക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ യൂണിറ്റ് അംഗമായ റോസമ്മ ചേച്ചിയാണ്. റോസമ്മ ചേച്ചി ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദി എല്ലാ കുടുംബ യൂണിറ്റുകളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാവരുടെ പേരിലും ഞാൻ അർപ്പിക്കുകയാണ്. ഇതിൻ്റെ ഈ യോഗത്തിന് ശേഷം നല്ലൊരു കലാപരിപാടികൾക്ക് അണിയറയിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, ആ പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സമാപിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ജോണം ജി. നമ്മുടെ പൊതുയോഗത്തിൻ്റെ ഔദ്യോഗിക പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാവരും സന്തോഷത്തോടും ആകാംക്ഷയോടും കാത്തിരിക്കുന്ന കലാപരിപാടികളാണ് വേദിയിൽ വരാൻ പോകുന്നത്.